വനങ്ങളിലും ക്യാമ്പുകളിലും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ബിഷപ്പുമാരെയും വൈദികരെയും കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധേയമാകുന്നു. 2 വർഷത്തിലേറെയായി ആഭ്യന്തര യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന മ്യാൻമറിലാണ് സംഭവം. സംഘർഷങ്ങളെ തുടർന്ന് ഇവിടുത്തെ പല രൂപതകളിലെയും ജനങ്ങൾ താമസസ്ഥലം ഉപേക്ഷിച്ച് വനങ്ങളിലും മറ്റ് വിദൂര ക്യാമ്പുകളിലും അഭയം പ്രാപിച്ചു. ബിഷപ്പുമാരെയും വൈദികരെയും പുറത്താക്കി ദേവാലയങ്ങൾ സൈന്യം പിടിച്ചെടുത്തതിനാൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വനങ്ങളിലോ ബാരക്കുകളിലോ കുടിലുകളിലോ കൂടാരങ്ങളിലോ അഭയാർത്ഥികളായി കഴിയുന്നവരുടെ അടുക്കലെത്തി വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകൾ ഇവർ പരികർമ്മം ചെയ്യുന്നത്. കിഴക്കൻ മ്യാൻമറിലെ ലോയ്ക്കാവ് രൂപതയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം വ്യാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബിഷപ്പ് സെൽസോ ബാഷ്വയെ പുറത്താക്കി ബർമീസ് സൈന്യം കത്തീഡ്രൽ കൈവശപ്പെടുത്തി. പിന്നീടത് അവരുടെ ബേസ് ക്യാമ്പാക്കി മാറ്റി. അഭയാർത്ഥികളോടൊപ്പം കാടിൻ്റെ നടുവിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ കുടിലിലാണ് ബിഷപ്പ് ഇത്തവണ ക്രിസ്മസ് കുർബാന അർപ്പിച്ചത്. രൂപതയിലെ മിക്ക വൈദികരും വളരെ അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും കാലത്ത് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു വൈദികൻ്റെ സാന്നിധ്യമാണെന്ന് ലോയ്ക്കാവ് രൂപതയിലെ ഫാദർ പോൾ പറയുന്നു. രൂപതയിലെ 35 ഇടവകളിൽ പകുതിയിലധികവും വിജനമാണ്. അഭയാർത്ഥികൾക്ക് ആത്മീയ മാനുഷിക സഹായങ്ങൾ നൽകിയാൽ ചെറുത്തുനിൽപ്പിനെ പിന്തുണച്ചതായി സൈന്യം തെറ്റായി ആരോപിക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. പ്രാദേശിക സഭ 2 വർഷമായി സ്ഥിരമായി സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കും യുവാക്കൾക്കും കൗമാരക്കാർക്കും മൊബൈൽ ക്ലിനിക്കുകൾ, അടിയന്തര സഹായ പദ്ധതികൾ, വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ജനുവരി 7-ന് രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കിടെ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 17 പേരാണ് കൊല്ലപ്പെട്ടത്. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് കുടിയിറക്കപ്പെട്ടവരുടെ എണ്ണം 2.5 ദശലക്ഷം കവിഞ്ഞതായാണ് ഏകദേശ കണക്ക്. സംഘർഷങ്ങൾ എന്ന് അവസാനിക്കുമെന്നോ നഗരങ്ങളിലേക്ക് എന്ന് തിരികെ എത്തുമെന്നോ ആർക്കും ഒരു നിശ്ചയമില്ലാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത്.